ഹലോ ഹായ് ഗുഡ് മോർണിംഗ്. കുറേ ദിവസമായി ഇതുപോലെ മര്യാദയ്ക്ക് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടാ. വേറൊന്നും ഉണ്ടല്ല, നമുക്ക് പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ലായിരുന്നു, അതാണ് സത്യം. പിന്നെ ജലദോഷം, ചുമ, അതിന്റെ വേറൊരു സൈഡ് നടക്കുന്നുണ്ടായിരുന്നേ. അപ്പൊ വീഡിയോ എടുക്കാനുള്ള ഒരു മൂഡും ഇല്ല. പിന്നെ നമുക്ക് കുക്കിങ്ങിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാല് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല. നമ്മൾ ചെറിയൊരു ഡയറ്റൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകുന്ന കാരണം കൊണ്ട് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. അച്ഛന് പിന്നെ പച്ചക്കറി എന്തെങ്കിലും കറി ഉണ്ടായാൽ മതിയല്ലോ, അപ്പൊ പിന്നെ അവന് പച്ചക്കറി ഉണ്ടാക്കി കൊടുക്കും. പിന്നെ നമ്മൾ പച്ചക്കറി ഇഷ്ടമില്ലാത്ത ആളായതുകൊണ്ട് നമ്മുടെ ഡയറ്റൊക്കെ ഇങ്ങനെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സന്തോഷ വാർത്ത പറയാനുള്ളത് എന്താന്ന് വെച്ചാല്, നമ്മള് വെയിറ്റ് ലോസ് തുടങ്ങിയിട്ട് 2 കിലോ ഞാൻ കുറച്ചിട്ടുണ്ട് കേട്ടോ. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു കാര്യമാണ്. അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി, നമ്മൾ മെനക്കെട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാം നേടിയെടുക്കാൻ പറ്റും എന്ന് മനസ്സിലായി കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ജിമ്മിൽ വീണ്ടും ജോയിൻ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വീട്ടിൽ നിന്ന് ആദ്യം തന്നെ ഫുഡൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാം എന്ന് വിചാരിച്ചിട്ടാണ്. മറ്റേ നമ്മൾ ജിമ്മിൽ പോയിട്ട് അവിടുത്തെ വർക്കൗട്ടും ഒപ്പം തന്നെ നമ്മുടെ ഫുഡൊക്കെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആകെ ഒരു ഇറിറ്റേഷൻ ആവും. ആദ്യം നമ്മുടെ എന്താ പറയുക, ഫുഡിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിട്ട് നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് സെറ്റാക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇനി പെട്ടെന്ന് തന്നെ ജിമ്മിലൊക്കെ ജോയിൻ ചെയ്യും. അപ്പോൾ നമുക്കിനി അതിന്റെ വീഡിയോസൊക്കെ കാണാം. അപ്പൊ പിന്നെന്താ, അപ്പൊ നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ. പിന്നെന്താ, വെയിറ്റ് കുറച്ചതിന്റെ ഭാഗമായിട്ടേ നമ്മള് മാറ്റിവെച്ച ഡ്രസ്സുകളൊക്കെ വീണ്ടും ഇറക്കിയിട്ടുണ്ട്. ഈ ടോപ്പൊക്കെ എനിക്ക് കൊള്ളാതെ ആകെ ടൈറ്റ് ആയിട്ട് എടുത്തു വെച്ചതായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും ആ ടോപ്പുകളൊക്കെ ഇറക്കിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയും ഇതുപോലെ നന്നായി മെലിയാനുള്ള ഒരു അവസരം ദൈവം തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് പോവാട്ടോ. പിന്നെ ഞാനിപ്പോ ഇത്ര വലിയ കാര്യമൊക്കെ ആയിട്ട് ഈ വെയിറ്റ് ലോസിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, പിന്നെ ഇപ്പൊ ശരീരമൊക്കെ മെലിഞ്ഞിട്ട് വലിയ ലോകസുന്ദരി ആവാൻ പോവാണോ, അല്ലെങ്കിൽ സൗന്ദര്യ മത്സരത്തിന് പോവാണോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനെയൊന്നും കരുതണ്ട കേട്ടോ. നമ്മൾ നമ്മുടെ വേദനകളും നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് കുറയ്ക്കാം എന്ന് വിചാരിച്ചിട്ടുള്ളത്. പക്ഷെ ഇപ്പോൾ എനിക്ക് എൻ്റെ ശരീരത്തിന്റെ ചില വേദനകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാനായിട്ട് എടുത്തൊരു തീരുമാനമാണ് വെയിറ്റ് കുറയ്ക്കാം എന്ന്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിപ്പോ വീട്ടില് ചെറുതായിട്ടൊക്കെ രാവിലെ എക്സസൈസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന്റെ എഫക്റ്റ് നമുക്ക് നന്നായിട്ട് ഫീൽ ആവാറുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ഒരു ദിവസം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിച്ചുവാരലും തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മുടെ കണ്ണിന് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ നേരെ അടുക്കളയിലേക്ക് അങ്ങ് വന്നു കേട്ടോ. അച്ഛനിന്ന് എക്സാം ഉണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ച 2 പഴം ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അതിനി കളറ് മാറി കഴിഞ്ഞാൽ പിള്ളേർ കഴിക്കൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നു അതങ്ങ് പുഴുങ്ങാം. എന്നിട്ട് ഒരു കുറ്റി പുട്ടും കൂടി ചുട്ട് കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് 2 പപ്പടം കാച്ചി കഴിഞ്ഞാൽ രാവിലത്തെ പണി അങ്ങ് കഴിയുമല്ലോ. പഴം പുഴുങ്ങിയതും പിള്ളേർക്ക് അത്ര ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പക്ഷേ കറി ഉണ്ടെങ്കിൽ പഴം കഴിക്കില്ല. കറിയൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് പഴം കഴിച്ചോളും. പിന്നെ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ അതാ എൻ്റെ ഉമ്മർത്തിരുന്നാലും അടുക്കളയിലിരുന്നാലും ഒക്കെ എനിക്ക് കണ്ണനെ കാണാവുന്ന വിധത്തിലാണ് കേട്ടോ കണ്ണൻ്റെ ഇരിപ്പ്. പിന്നെ അതാ പുട്ടുപൊടി നനച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ മുന്നേ തേങ്ങയൊക്കെ ചിരകിയത് ഫ്രീസറിൽ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ തണുപ്പാറാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ തന്നെ നമ്മളെ ഗ്രീൻ ടീയുടെ പരിപാടിയൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കുടിക്കാനായിട്ടൊരു സമയം ഇല്ല എങ്കിലും ഇടയ്ക്കിടയ്ക്ക് പണികളുടെ ഇടയിൽ ഞാനത് കുടിച്ച് തീർക്കും. അപ്പോൾ അതാ നമ്മുടെ പഴമൊക്കെ ഇതുപോലെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതാ പുട്ട് അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു കുറ്റി പുട്ട് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ, കാരണം നമ്മൾ അധികം കഴിക്കണമെന്നില്ലല്ലോ. പിന്നെ ഇന്നലെ ഗുരുവായൂർ ഏകാദശി അല്ലായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയിൽ ചപ്പാത്തിയാണ് കഴിച്ചത്. അപ്പോൾ അതിലൊരു 3-4 ചപ്പാത്തി ബാക്കി ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അതും ഒന്ന് ചൂടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതാ പപ്പടം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ ടേബിളൊക്കെ തുടച്ചു. അച്ഛന് എക്സാമിന് പോകാനായി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അവനുള്ള ചായയൊക്കെ വേഗം കൊണ്ടുവച്ചു. പിന്നെ അവനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എക്സാം ആയതുകൊണ്ട് ഞാൻ നേരത്തെ പോടാന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണേ. ക്ലാസ്സുള്ള ദിവസമാണെങ്കിൽ അവൻ നേരത്തെ പോകും. ഇതിപ്പോൾ 10 മണിക്കാണല്ലോ എക്സാം. അപ്പോഴേക്കും എത്തിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അവൻ സാവധാനം അങ്ങ് ഇറങ്ങാൻ നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചിട്ട് പറയും, ഇനി ബസ് അങ്ങനെ വൈകിയാലോ എക്സാം കറക്റ്റ് സമയത്ത് അറ്റൻഡ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ തൊള്ളവിളിയും കൂട്ടുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഒരു വിധത്തിന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ടേബിളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പുട്ട് കണ്ടപ്പോൾ ആൾക്ക് വലിയൊരു ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ഇന്നും പുട്ടാണോന്ന്, എന്നും പുട്ടുണ്ടാക്കുന്ന പോലെയാണ് കേട്ടോ അവൻ്റെ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ. ഇപ്പോൾ പുട്ടുണ്ടാക്കിയിട്ട് കുറേ ദിവസമായിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പിന്നെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവൻ ഇറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഇറങ്ങാൻ നേരത്ത് പറയുന്നുണ്ട്, പെണ്ണെടുത്തോ
പെൻസിലെടുത്തോ ബോക്സ് എടുത്തോ ഇതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നും ഞാനത് ഇങ്ങനെ ഓർമ്മപ്പെടുത്താറുണ്ട്, നമ്മളെ അമ്മമാർ എല്ലാവരും അങ്ങനെയാവും അല്ലേ. അങ്ങനെ പിന്നെ അവൻ പോയി കഴിഞ്ഞതിന് ശേഷം ഞാൻ ചായയൊക്കെ കുടിച്ചിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അടുക്കളയിലേക്ക് വീണ്ടും ഉച്ചത്തെ പരിപാടിയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് പച്ചക്കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനുള്ള പരിപ്പൊക്കെ കഴുകിയിട്ട് കുക്കറിൽ അങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ അരി അടുപ്പത്തിടാനുള്ള തയ്യാറെടുപ്പിലാണ്. പരിപ്പങ്ങ് വേവുമ്പോഴേക്കും നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ മുറിച്ചെടുക്കുകയാണ് കേട്ടോ. ഒത്തിരി പച്ചക്കറിയൊന്നും എടുത്തിട്ടില്ല. ഒരു പച്ചക്കായും പിന്നെ ഒരു സവോളയുടെ പകുതി പിന്നെ ഒരു തക്കാളിയുടെ പകുതി പിന്നെ ഒരു പച്ചമുളക് അത്രേ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതും പരിപ്പിലിട്ടിട്ട് അങ്ങ് വേവിച്ച് കഴിഞ്ഞാൽ പിന്നെ പച്ചത്തേങ്ങ അരച്ചിട്ട് ഒരു കറി ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ പുറത്തേക്കൊക്കെ നോക്കുകയാണ് കേട്ടോ. ഇന്ന് രാവിലെ തന്നെ നന്നായിട്ട് ഇങ്ങനെ മഴക്കാറുണ്ടായിരുന്നേ, ചെറുതായിട്ട് ഇങ്ങനെ മഴ പൊടിയുന്നുണ്ടായിരുന്നേ, എന്നാൽ ഒട്ടും ശക്തിയിലൊന്നും പെയ്തിട്ടുമില്ല. മൊത്തത്തിൽ ഒരു മൂടി നിൽക്കുന്ന ഒരു അവസ്ഥയായിരുന്നേ. പിന്നെന്താ, അതിലേക്ക് തേങ്ങ നരച്ച് ചേർക്കണം. അപ്പോൾ തേങ്ങ ചിരകാനൊന്നുമില്ല, നമ്മൾ നേരത്തെ തന്നെ ചിരകി വെച്ച കാരണം കൊണ്ട് ആ പണി എളുപ്പത്തിലായി. അപ്പോൾ ഇതാ നമ്മുടെ പരിപ്പും കായൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അതിൽ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് കുറച്ച് പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ അതാ നമ്മുടെ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറി അങ്ങ് വറവിട്ടെടുത്തു കേട്ടോ. പിന്നെ ഇതാ കുറച്ച് പച്ചപ്പയർ എടുത്തിട്ട് ഉപ്പേരി ഉണ്ടാക്കി, മത്തി വറുത്തത് ഉണ്ടായിരുന്നു, പിന്നെ മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ. പണികളൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഉമ്മർത്ത് കുറച്ച് നേരം വന്നിരുന്നു, ഫോണിലൊക്കെ കളിച്ചിട്ട് അങ്ങനെ ഇരിപ്പായിരുന്നേ. അപ്പോൾ മോൾ അപ്പുറത്തിരുന്നിട്ട് ഫോണിൽ കളിക്കുന്നുണ്ട്. അപ്പോഴേക്കും അച്ചു വന്നു. പിന്നെ ഇതാ രണ്ടാളും കൂടിയിട്ടുള്ളൊരു തല്ലൂട്ടാണ് കേട്ടോ. വന്ന വഴിക്കുള്ളൊരു തല്ലൂട്ടാണ്. വന്ന വഴിക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ ആൻസർ ചെയ്തതൊക്കെ ഒന്ന് മാർക്കൊക്കെ ഒന്ന് കൂട്ടി നോക്കുന്ന ഒരു ശീലം അവനുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ വേഗം എനിക്ക് വിശക്കണേന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ എന്നെക്കാൾ ഹൈറ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കോമഡി അടിച്ചിട്ട് വരികയാണ്. പിന്നെ ആ രണ്ടുപേർക്കും ചോറൊക്കെ വിളമ്പി കൊടുത്തു. അപ്പോൾ അവർ ടി വിയുടെ അവിടെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനും ഒരു കുറച്ച് ചോറെടുത്തു. പിന്നെ അതിലേക്ക് നമ്മുടെ കറികളൊക്കെ കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നാരങ്ങച്ചാറ് ഉണ്ടായിരുന്നേ, അതും കൂട്ടിയിട്ട് ഞാനും ചോറൊക്കെ കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം എങ്ങനെയായിരുന്നു കേട്ടോ. പിന്നെ വൈകുന്നേരത്ത് പ്രത്യേകിച്ച് പണികളൊന്നുമില്ല, നമുക്ക് ഒരു ചായ കുടിക്കുക അത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഇന്നലെ എടുത്തുവച്ച വീഡിയോ ആയിരുന്നേ, ഗുരുവായൂർ ഏകാദശിയുടെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അത് രാവിലെ ഞാൻ പെട്ടെന്ന് മറന്നിട്ടുണ്ടായിരുന്നേ. ആദ്യമേ ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു കലണ്ടറിൽ എന്നാണ് ഏകാദശി എന്നൊക്കെ. പക്ഷെ പെട്ടെന്ന് ഞാനത് മൈൻഡിൽ നിന്ന് പോയി കേട്ടോ. എന്നിട്ട് ഒരു ചേച്ചി വിളിച്ചപ്പോഴാണ് അത് ഓർമ്മിപ്പിച്ചത്. അപ്പോൾ പിന്നെ എന്തായാലും വേണ്ടില്ല, എടുക്കാമെന്ന് വിചാരിച്ചിട്ട് രാവിലെ എണീച്ച് അടിയും തുടയ്ക്കലൊക്കെ കഴിഞ്ഞപ്പോൾ കണ്ണന് വിളക്കൊക്കെ കത്തിച്ചു. പിന്നെ നമ്മൾ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഏകാദശി എടുക്കാമെന്ന് വിചാരിച്ചു. പിള്ളേരൊന്നും എടുക്കുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നൂൽപുട്ടും ഗ്രീൻ പീസിൻ്റെ കറിയൊക്കെ ഉണ്ടാക്കി. പിന്നെ അച്ചു അതൊക്കെ കഴിച്ചിട്ട് സ്കൂളിൽ പോയി കേട്ടോ. ഞാനാണെങ്കിലോ ഏകാദശി മറന്ന കാരണം കൊണ്ട് പഴം ഒന്നും ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, റേവ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ കുറച്ച് സൂചി ഗോതമ്പ് ഇരിപ്പുണ്ടായിരുന്നേ, അതായിട്ടൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കിയിട്ട് ഞാൻ കഴിച്ചു. എന്നിട്ട് പിന്നെ പുറത്തേക്ക് പോവാണ് കേട്ടോ. എന്തെങ്കിലും പഴവും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. പുറത്തേക്ക് പോകാൻ മടിച്ചിട്ട് കുറേ നേരം ഇരുന്നിട്ടാണ് പോയത്. അപ്പോൾ തന്നെ ഒരു 12 മണിയോ എത്രയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ തിരിച്ച് വന്നപ്പോൾ എനിക്ക് കഞ്ഞിയൊന്നും അധികം ഇഷ്ടമില്ലാത്ത കാരണം കൊണ്ട് ഞാൻ പഴം തന്നെയാണ് കഴിച്ചേട്ടോ. അതും കത്തി വെച്ചിട്ടാണ് കഴിക്കുന്നത്, വേറെ ഒന്നും വിചാരിക്കണ്ട. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെയൊക്കെ വിശേഷം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്